ആമുഖമായി ഓർമ്മിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുവാനാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ഒരുപാട് ആളുകളെ ഓർമ്മിക്കാൻ കഴിയും. ഒരുപാട് ആളുകളെ നമുക്ക് ഇഷ്ടമാണ്. പലരെയും നമ്മൾ ഓർക്കാറുള്ളത് അവരുടെ പല സ്വഭാവ ഗുണങ്ങൾ കൊണ്ടാണ്. ചിലരെ നമുക്ക് ഓർമ്മ വരിക അവരുടെ സമ്പത്ത് കൊണ്ടാണ്, അവരുടെ ദാനശീലം കൊണ്ടാണ്. ചിലരെ നമുക്ക് ഓർമ്മ വരിക അവരുടെ രാഷ്ട്രീയ സ്വാധീനമാണ്. ചിലരെ നമുക്ക് ഓർമ്മ വരിക അവരുടെ മറ്റു എന്തെങ്കിലും ഒരു കഴിവിലൂടെയാണ്. എന്നാൽ ഈ വ്യക്തികൾക്കൊക്കെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. രാഷ്ട്ര നായകന്മാർ മുതൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഓരോരുത്തരും ഒരു പോരായ്മയും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരക്കാരെ കുറിച്ച് പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് രചനകളിൽ, എഴുത്തുകളിൽ നാം കാണാറുള്ളൂ. അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്യാറുള്ളൂ. എന്നാൽ ലോകത്ത് ഒരു ന്യൂനതയും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ നമ്മൾ പറയുക ഇല്ല എന്ന്. സത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിച്ച ഉത്തരം. ഒരു ന്യൂനതയുമില്ലാത്ത മനുഷ്യൻ ഖുർആൻ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഫർ റബീഉൽ അവ്വൽ മാസം നമ്മുടെ നാട്ടുകാർ പലപ്പോഴും റസൂലിനെ ഓർമ്മിക്കുവാനുള്ള മാസം എന്ന പേരിൽ ചില കോപ്രാട്ടിത്തരങ്ങൾ ചെയ്തു കൂട്ടുന്ന ചില മാസമാണ്. പക്ഷെ അതിൽ റസൂലുള്ളയെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. വായന എന്നുള്ളത് നിർബന്ധമാണ്. പൊതുവെ നമ്മൾ പറയുന്ന അതിനിടയിൽ സാമ്പത്തികമായി പറയാം, പൊതുവെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന കളവുണ്ട്. എനിക്ക് വായനാശീലം തീരെയില്ല എന്ന് പറയും. വായന എന്ന് പറഞ്ഞാൽ പേപ്പറുകൾ മറിച്ചാൽ മാത്രമേ വായനയാകൂ എന്ന് തെറ്റിദ്ധരിച്ചവരാണ് പറയുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്ര മണിക്കൂറുകൾ ഇരിക്കാറുണ്ട്, എന്തൊക്കെ വായിക്കാറുണ്ട്. ഈ വായനകൾക്കിടയിൽ നമ്മുടെ വായന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വായനയായി നാം മാറ്റാൻ ശ്രമിക്കണം. ഒരുപാട് നാം വായിക്കുന്നു, രാത്രിയും പകലുമൊക്കെ ഒരുപാട് നാം ഫോർവേഡ് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വായന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. റസൂലുള്ളാഹിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ എത്ര വായിച്ചാലും നമുക്ക് മതിവരില്ല. വായിക്കുന്തോറും ആവേശമാണ്, വായിക്കുന്തോറും ആർജവമാണ്, വായിക്കുന്തോറും എനർജിയാണ്. അതാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിലുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറ. എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിയുടെ ചരിത്രത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയെ കുറിച്ചും നാം പുകഴ്ത്തുമ്പോ തൊട്ടടുത്ത് അവന്റെ ഒരു അപജയം, ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാകും മനുഷ്യന്. പക്ഷെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ന്യൂനത എന്ന് പറഞ്ഞൊരു സംഗതിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു ഉസ്വത്തുൻ ഹസന. നമുക്ക് റോൾ മോഡലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക മേഖലയിൽ, ഇടപെടലുകളിൽ, ഇടപാടുകളിൽ, ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ ഭാഗമുണ്ടോ എല്ലാത്തിലും റോൾ മോഡലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ നേതാവിനെ എടുത്താൽ ഏതെങ്കിലും എല്ലാത്തിലും എന്ന് പറയാൻ ആരെയും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ഈ രൂപത്തിലെ ചരിത്രം പഠിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. ഖുർആൻ സൂറത്ത് അഹ്സാബിൽ തന്നെ മറ്റൊരു പ്രയോഗം നടത്തി. ഞാൻ ഓതിയ ആയത്താണ്, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാഹിദ? 5 കാര്യമാണ്. ഷാഹിദാണ്, സാക്ഷിയാണ്. മുബശ്ശിറാൻ, സന്തോഷവാർത്ത അറിയിക്കുന്നതാണ്. വനദീറൻ, താക്കീതുകാരനാണ്. അതിനുശേഷം നടത്തിയ പ്രയോഗമുണ്ട്. എല്ലാം വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ അതിൽ
നാലാമത്തെ പ്രയോഗമാണ് എന്റെ പൊതുവയിൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. സിറാജൻ മുനീറ. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കിനാണ് അറബിയിൽ പറയുക. എന്താ വിളക്കിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ? എന്താ വിളക്ക് എന്ന് പറഞ്ഞാൽ? രാത്രി 8 മണിക്കും 12 മണിക്കും വിളക്ക് കെടുത്തിയാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വിളക്കിന്റെ ദൗത്യം വെളിച്ചം തരാനാണ്. വെളിച്ചം എന്നുള്ളത് മലയാള ഡിക്ഷണറിയിൽ വായിച്ചു നോക്കിയാൽ വെളിച്ചം എന്നതിനെ ഭൗതിക ലോകം വിശദീകരിച്ചതും ഇസ്ലാം വിശദീകരിച്ചതും നന്മയെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ ചുമലിൽ വലിയ ഭാരമുണ്ട്. കഴിയാതെ അദ്ദേഹം ആ ഭാരം നിലത്ത് വെച്ചു. അദ്ദേഹം ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കണ്ടു. ആ ഭാരം നമ്മൾ എടുത്തു വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ സഹായിച്ചു. ആ മനുഷ്യന്റെ വെളിച്ചമാരാണ് നമ്മളാണ്. വെളിച്ചം എന്നുള്ളത് സഹായം എന്ന അർത്ഥത്തിലാണ് ഖുർആൻ ഉപയോഗിച്ചത്. മൂസയുടെ ചരിത്രം നമുക്കറിയാലോ. മൂസ അലൈഹിസ്സലാം കുടുംബവുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ മൂസ പറഞ്ഞാലോ അതാ ഒരു വെളിച്ചം കാണുന്നു. ഇന്നീ അജിദു അലന്നാരി ഹുദ. ആ രാത്രിയാണ് യാത്ര, കുടുംബമാണ്, ഇരുട്ടായി, വഴികാണിയൊന്നുമില്ല. അങ്ങനെ അവർ സ്ഥലത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് മൂസ പറഞ്ഞത്, കണ്ടോ ഒരു വെളിച്ചം, ആ ദൂരത്തെവിടെയോ ഒരു വെളിച്ചം കാണുന്നു, ഞാൻ പോയി നോക്കട്ടെ. ആ വെളിച്ചത്തെ വിശദീകരിച്ച വഹിയായിട്ടാണ്. അപ്പോ വെളിച്ചം എന്നുള്ളത് ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയിൽ അവൻ സഹായമായിട്ട് എന്താണോ എത്തുക അതിനെയാണ് ഇസ്ലാം വെളിച്ചം എന്ന് ഉപയോഗിച്ചത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കലാണ് ഒരു വിശ്വാസത്തിന്റെ ദൗത്യം എന്ന് പറയുമ്പോൾ ആ വെളിച്ചം എന്നുള്ളത് വിശാലമാണ്. ഒരു മനുഷ്യൻ പള്ളിയിൽ മൂത്രമൊഴിച്ചു, പ്രശ്നമുണ്ടാകുന്ന കാലം അല്ലേ? നമ്മുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ചില പള്ളികളിലൊക്കെ ബോർഡാണ്. എന്താണ്? ഇത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ പള്ളിയിൽ വരാൻ പാടില്ല. ന്യായം ചോദിച്ചാൽ കാവിയാർക്കും കമ്മിറ്റിക്കാർക്കും 100 ന്യായങ്ങളാണ്, എന്തൊക്കെയോ മറുപടികളാണ്. പക്ഷെ അവിടെ റസൂലുള്ളാഹിയുടെ ഈ ജീവിതം ചരിത്ര വായനയിലൂടെ നാം ഉൾക്കൊള്ളുന്ന വിഷയമുണ്ട്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ മൂത്രമൊഴിച്ചു. പള്ളിയിൽ മൂത്രമൊഴിക്കാൻ വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ചെയ്ത മനുഷ്യനെ സഹാബികൾ നേരിടാൻ ശ്രമിച്ചു, കയ്യൂക്കോടുകൂടി നേരിടാൻ ശ്രമിച്ചു. റസൂൽ ഒഴിച്ചു കഴിയട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം മൂത്രമൊഴിച്ചു കഴിഞ്ഞു. റസൂൽ പറഞ്ഞു, ഒരാള് ഒരു ബക്കറ്റ് എടുത്തോണ്ടെന്നു. എന്നാൽ അത് ഒഴിച്ചാടിയാണ്. ആ ബക്കറ്റ് ആ മൂത്രമൊഴിച്ചിടത്തേക്ക് വെള്ളം ഒഴിച്ചു. ശേഷം പറഞ്ഞു, ഞങ്ങളൊക്കെ പൊയ്ക്കോന്ന് പറഞ്ഞു. സഹാബികളെ പിരിച്ചു കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യരോട് പറയാണ്, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അപ്പൊ അത് റസൂലുള്ളാഹിയുടെ ജീവിതമാണ്. എനിക്ക് നിങ്ങളുടെ സ്വപ്നം കാണാൻ പറ്റുമോ? സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? റസൂലുള്ളാഹിയുടെ ഒരു ഭാര്യ ഒരു പലഹാരം കൊടുത്തു. ആ പലഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് കൊണ്ടുകൊടുത്തു. ആയിഷ ഇന്നോട് വന്നാട്ടോ 9 ഭാര്യമാരുണ്ടായിരുന്നല്ലോ. അപ്പോ ആയിഷ ബീവി തന്റെ ആ വിമ്മിഷ്ടത്തോടുകൂടി പാത്രം തട്ടി. ബോധപൂർവമാവോ അല്ലാതെയാവാം. ആ പാത്രം നിലത്ത് വീണപ്പോഴും നിലത്ത് വീണെന്താ പൊട്ടിപ്പോകും. ആ പൊട്ടിയ പാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന രംഗം ഹദീസിൽ വരുന്നുണ്ട്. ഒരു കാല് മടക്കി മറ്റേ കാല് നിവർത്തിയിട്ട് മുട്ടുകുത്തിയിരുന്നു എന്നാണ്. എന്നിട്ട് തന്റെ ഇടത്തെ കൈവെള്ളയിലേക്ക് ഈ പൊട്ടിയ കഷ്ണങ്ങൾ ഇടത്തെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് വലിച്ച് കൊണ്ടുപോകുന്നിടത്തെ കൊണ്ടുപോയി തട്ടി. എന്നിട്ട് ആ പൊടിന്റെ പാത്രമൊക്കെ പുറത്തിയിട്ട് കളഞ്ഞു അർത്ഥം. റസൂൽ ഒന്നും പറഞ്ഞില്ല. ഇമാം ബുഖാരി ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു, അവിടെ ഇരുന്നു. ആയിഷ ബീവി വിയർക്കാൻ തുടങ്ങി. ആയിഷയുടെ മുഖം ചുവന്നു. ആയിഷ ബീവി പറഞ്ഞു, ഇന്നി അസ്തഗ്ഫിറു ലക യാ റസൂലല്ലാഹ്. നബിയെ, ഞാനിതാ നിങ്ങളുടെ പൊറുക്കലത്തോട് ഈ ഹദീസ് ഉദ്ധരിച്ചാണ് മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള ചില വിവരമില്ലാത്തവർ പറയാറുള്ളത്. എന്താ വിഷയം? റസൂലുള്ളാഹിയോട് തെറ്റ് ചെയ്തു. അപ്പൊ ആരോട് മാപ്പിക്കണം? റസൂലുള്ളാഹിയോട് മാപ്പിക്കണം. ഒരു മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ആ മനുഷ്യനോട് മാപ്പ് ചോദിക്കണം. ഇസ്ലാമിന്റെ നിയമമാണ്, എന്റെ വിഷയമല്ല. അപ്പൊ അവിടെ ആയിഷ ബീവി പറയാൻ, നബിയെ പറ്റിപ്പോയി, സോറിട്ടോ. റസൂൽ അപ്പോഴൊന്നും പറഞ്ഞില്ല. എങ്ങനെയാണ് ആയിഷ ബീവി കുറ്റബോധം ഉണ്ടായത്? റസൂലുള്ളാഹിയുടെ മുഖത്തിലാണ്. റസൂൽ ദേഷ്യം പിടിച്ചോ? ഇല്ല. സംസാരിച്ചോ? ഇല്ല. ഒച്ചയുണ്ടാക്കിയോ? ഇല്ല. ഷൗട്ടയോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ മാന്യമായ വിവേകത്തോടെയുള്ള പ്രവർത്തനം അത് ആയിഷ ബീവിക്ക് തോന്നി ശരിയായിട്ടോ? ആ
പറ്റിപ്പോയ ബോധം ഇത് റസൂലുള്ളാഹിയുടെ സ്വഭാവമാണ്. ഇതാണ് സിറാജൻ മുനീറ എന്ന് പറഞ്ഞാൽ വിളക്കായി റസൂലുള്ളാഹി കത്തുന്ന വിളക്കായിരുന്നു എന്നാണ്. അപ്പൊ നമ്മളെന്തായിരിക്കണം? ഈ വിളക്കായിരിക്കണം, ഈ ലൈറ്റ് ആയിരിക്കണം, ഈ വെളിച്ചമായിരിക്കണം. ആരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞാലാണ് ഞാൻ ഇന്നയാളാണ്, എന്റെ പേരിന്നതാണ് അല്ല. നമ്മൾ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. റസൂലുള്ളാഹി എനിക്കും നിങ്ങൾക്കും ഏൽപ്പിച്ചൊരു പേരുണ്ട്. മുഹമ്മദ് മുസ്തഫ റസൂൽ വരില്ല, ഒരു നബി വരൂല, നിരനബിയും വരൂല, ഒരു പ്രവാചകരുമില്ല. എങ്ങനെയാ പറഞ്ഞത്? ഒരു ബിൽഡിംഗ് പോലെയാണ്. ബിൽഡിംഗ് ഉണ്ടാക്കി, ബിൽഡിംഗ് നല്ല അടിപൊളിയായ നല്ല ഭംഗിയുള്ള ബിൽഡിംഗാണ്. പക്ഷെ അതൊരു സ്ഥലം ഗ്യാപ്പ്, ഒരു ഇഷ്ടിക വെക്കേണ്ട ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മൂന്ന് ആൾക്കാരിലും പറയുമല്ലോ, ആ ഇഷ്ടിക കൂടി അവിടെ വെച്ചിരുന്നെങ്കിൽ ഇത്ര രക്ഷണ്ടാവും കാണാൻ ആ വീട് എന്ന് പറയും. ആ ഇഷ്ടികയാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ അത്രമാത്രം അവസാനമായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പിടിച്ചൊരു പേരുണ്ട്. എന്തെന്നറിയോ? എന്റെ അനന്തരാവകാശികളാണ് നിങ്ങൾ എന്ന്. ആ പ്രയോഗം അറിയാത്തവരല്ലോ നമ്മളെ. നമ്മൾ എന്നുള്ളത് പ്രവാചകന്റെ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന പ്രകാശിതമായ വിളക്ക് ആര്? മുഹമ്മദ് മുസ്തഫയ്ക്ക് ശേഷം ആരുകൂടിയാണ്? ഞാനാണ്, നിങ്ങളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. പക്ഷെ ഈ വിളക്കാകുവാൻ എനിക്കും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ നമ്മൾ ഓർമ്മിക്കുവാറുള്ളത്. ഇങ്ങനെ ആവശ്യമുള്ള ഘട്ടത്തിൽ, അത്യാവശ്യമുള്ള ഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫയെ അനുധാവനം ചെയ്യുവാൻ പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ വിളിച്ചു യാ മുഹമ്മദ് എന്നുള്ള വിളിച്ചിട്ടില്ല. എല്ലാ നബിമാരുടെയും പേരാ വിളിച്ചത്. യാ മൂസ, യാ ഈസ, ഇന്നി മുതവഫീക വറാഫിഖുക, യാ ദാവൂദ്, യാ സുലൈമാൻ, യാ നൂഹ്, യാ ഇബ്രാഹിം. എല്ലാവരെയും പേരാ ഖുർആൻ വിളിച്ചത്. പക്ഷെ റസൂലുള്ളാഹിയെ പേര് വിളിച്ചിട്ടില്ല. റസൂലുള്ളാഹിയെ വിളിച്ചത് യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെയാണ് ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹിയുടെ പേര് മാത്രമായി വിളിച്ചിട്ടില്ല. എല്ലാ നബിമാരുടെയും പേരുകൾ പറഞ്ഞപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മാത്രം പറയാതെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാഹു റസൂലുള്ളാഹിയെ ബഹുമാനിച്ചു. കാരണം അഷ്റഫുൽ ഖൽഖാൻ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ, അമ്പിയാക്കളിൽ ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ, ലോകരിൽ ശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ലാഹു തന്നെ റസൂലുള്ളാഹിയെ പുകഴ്ത്തി എന്നുള്ളത് നമുക്കറിയാൻ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് പുകഴ്ത്തി? റസൂലിന്റെ ധീരതയാണ് മറ്റൊരു കാരണം. നമ്മൾ പൊതുവെ പറയാറുണ്ട് റസൂലിന്റെ വിനയം, റസൂലിന്റെ വിവേകം, റസൂലിന്റെ ഐശ്വര്യ, റസൂലിന്റെ ക്ഷമ എന്നൊക്കെ പറയുമ്പോൾ ഒരു പാവം മനുഷ്യൻ എന്ന രൂപത്തിൽ അല്ല, റസൂലിന്റെ ധീരനായിരുന്നു എന്നാണ്. ധൈര്യം ഒരു മനുഷ്യനാവശ്യമാണ്. എന്നാണ് ധീരന്മാരെ മാത്രമേ അള്ളാഹ് ഇഷ്ടമുള്ളതാണ്. അള്ളാഹ് ഇഷ്ടം ദുർബലയേക്കാൾ ശക്തനെയാണ്. ഏതാണ് ശക്തി? അത് ഈമാനിന്റെ പവറാണ്. അത് കിട്ടണമെന്ന് എന്തുകൊണ്ടെന്നറിയോ? രാത്രിക്കാരൻ ഉണ്ടാവണം. രാത്രിക്കാരൻ എന്നിങ്ങനെ പറഞ്ഞ കൂടുതൽ ഖുർആൻ പറഞ്ഞല്ലോ, ഖുർആൻ പരിഭാഷ നമ്മൾ ഗൂഗിളിൽ വായിച്ചു നോക്കണം. അതിനർത്ഥം രാത്രിയിൽ ആ പ്രയാണം എന്നുള്ളത്, രാത്രിയിലെ നൃത്തം എന്നുള്ളത്, രാത്രിയിൽ ഉറപ്പൊഴിക്കുക എന്നുള്ളത് ഏതുറപ്പൊഴിക്കൽ? നാശികത്താണ്. നാശികത്ത് എന്നുള്ളത് ഡിക്ഷണറി നിങ്ങൾ മറന്നു നോക്കിയാൽ കാണുക, രാത്രി വെറുതെ ഉറപ്പൊഴിക്കുന്നതിനല്ല, പ്രാർത്ഥനയിൽ ഉറപ്പൊഴിക്കുന്നതിനാണ് നാശികത്ത് എന്ന് പറയാം. മലക്കെട്ടിണ്ടാവുന്നതാണ് ഖുർആൻ പറഞ്ഞതാണ്. രാത്രി നിസ്കാരം മനക്കെട്ടി ഉണ്ടാവും. കൃത്യമായി വർത്താനം പറയാൻ പറ്റും. ചപ്പടായിട്ട് വർത്താനം പറയാൻ കഴിയൂല. കോഴി അയലവും കളിപോലെ കഴിക്കാൻ കഴിയൂല. ഒരു നിലപാടുണ്ടാകും. കൃത്യമായി ആരോടും സംസാരിക്കുമ്പോൾ കൃത്യമായി ആർജവത്തോടെ, എനർജിയോടെ, ഊർജത്തോടെ, സങ്കുഞ്ചത്തോടെ, സഞ്ചയത്തോടെ, നട്ടലോടെ സംസാരിക്കുവാൻ ശേഷിയിട്ട് എന്ത് വേണം? രാത്രി നിസ്കരിച്ചാൽ മതി. അതുകൊണ്ട് ധീരതയുണ്ടായിരുന്നു. ധീരതയുടെ ഉദാഹരണമാണ് ഏതൊരു ഇസ്ലാമിക യുദ്ധത്തിന്റെ ചരിത്രമെടുത്താലും റസൂൽ മുന്നിലുണ്ടായിരുന്നു.
നമ്മുടെ നാട്ടിൽ നേതാക്കന്മാരെങ്ങനെയാ? നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേതാക്കന്മാർ റിമോട്ടിന് മുമ്പിലായിരിക്കും അല്ലെ? അവരിങ്ങനെ റിമോട്ടിൽ നോക്കും, ഏതൊക്കെ പ്രശ്നം, എന്തൊക്കെ പ്രശ്നം, എന്നിട്ട് അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കും. നേതാക്കന്മാരുണ്ടായിക്കൊള്ളുന്നില്ല. റസൂലുള്ളാഹിയായിരുന്നു അവിടെ ആദ്യം ഉണ്ടായത്. യുദ്ധക്കളത്തിൽ അമീറന്മാരെ നിയമിച്ചാൽ പോലും ആ യുദ്ധത്തിന്റെ ഏറ്റവും മുൻനിരയിൽ ഉണ്ടായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഹന്തക്കിന്റെ ചരിത്രം നമുക്കറിയാം. ഹന്തക്കിൽ റസൂലുള്ളാഹി കിടങ്ങുഴിക്കരുത്, കുഴികുഴിക്കരുത് അല്ലെ? എന്താ ഹന്തക്ക് എന്ന് പറഞ്ഞാൽ? കിടങ്ങെന്ന് പറഞ്ഞാൽ എന്താ? അപ്പുറത്തുള്ള ശത്രു നമ്മുടെ നാട്ടിലേക്ക് വരാതിരിക്കാൻ വലിയ കുഴി കുഴിക്കുകയാണ്, കിടങ്ങ് കുഴിക്കുകയാണ്. കാരണം ശത്രു എന്ത് ചെയ്യാൻ പാടില്ല, ചാടി കിടക്കാൻ പാടില്ല. അത്ര ഭീതിയിൽ, അത്ര ആഴത്തിൽ. ഇനി നല്ല ചാട്ടക്കാരെക്കാളും ചാടുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്പയും അപ്പോൾ ആ കുഴിയിലേക്ക് വീണോ മരിച്ചോളൂ. കാരണം അത്ര ആഴം വേണം, അത്ര ഭീതി വേണം. അങ്ങനെ കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സഹാബികൾ പറയാൻ നബിയെ ഒരു മിനിറ്റ് നിൽക്കാവൂല, നമുക്കാവൂല. തളർന്ന് നബിയെ, കൈകൾ തളർന്നു, കാലുകൾ തളർന്നു, സഹിക്കാൻ പറ്റില്ല, ഇനി ആവില്ല, ഇനി ഞങ്ങൾ കൂടെ നിൽക്കാനൊന്നുമല്ല, നമുക്കാവൂല, ക്ഷീണിച്ചു പോയി. ഇത് നമ്മുടെ വയലുണ്ടോ കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞ പ്രയോഗമുണ്ട്, നിങ്ങൾ ഒന്നല്ലേ കെട്ടിയിട്ടുള്ളൂ, ഞാൻ 2 കല്ല് വെച്ചിട്ടുണ്ടായി. നിങ്ങളെക്കാൾ പ്രയാസമായിരുന്നു. പക്ഷെ എന്തൊക്കെയാ? ഭക്ഷണമില്ല, കഴിക്കാൻ വകുപ്പില്ല. പക്ഷേ ശത്രുക്കൾ എതിരാൻ ഇതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ സഹായികളെക്കാൾ കൂടുതൽ അധ്വാനവും കൂടുതൽ ത്യാഗവും ചെയ്ത് റസൂലുള്ളാഹിയാണ്. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെ കാണിച്ചാൽ പറ്റുമോ? ഇല്ല. പറയുന്ന ഞാനും കേൾക്കും നിങ്ങളും അല്ലെ? ഇത് റസൂലുള്ളാഹിയുടെ ധീരതയുടെ ഉദാഹരണമായിട്ടാണ് ഹദീസുകളിൽ വായിക്കാൻ കഴിയുന്നത്. റസൂലിന്റെ മാതൃക മാത്രമല്ല, ധീരത കൂടിയാണ്. റസൂലുള്ളാഹി ഒരിക്കൽ പള്ളിയിൽ നിൽക്കുകയായിരുന്നു. ഒരു ശബ്ദം കേട്ടു പുറത്ത്. അപ്പൊ ശത്രുക്കളുടെ ശബ്ദമാകാം. റസൂലുള്ള വേഗം ഇറങ്ങി. സഹാബികൾ ഇറങ്ങാതെ നോക്കുമ്പോൾ റസൂലുള്ള പറയാൻ, അടുത്ത് ഞാൻ പോയി നോക്കിയിട്ട് വരാം. റസൂലുള്ള ആ ശബ്ദം കേട്ടിടത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഇല്ല അതൊന്നുമില്ല, പ്രശ്നമാക്കണ്ട എന്ന് റസൂലുള്ള പറയാൻ. ഒരു വീട്ടിൽ കുടുംബമായി ജീവിക്കുന്നവർ, ഉപ്പയും മക്കളും ഉമ്മയും ഒക്കെ ഉണ്ടാകുമ്പോ രാത്രി ഒറ്റ കേട്ട് ആദ്യം തുറക്കുക? ഉമ്മയാണോ? മക്കളാണെങ്കിൽ ഉപ്പയാണ് അല്ലെ? അവർ കുടുംബനാഥനുണ്ടാകും. ആ കുടുംബനാഥിനെ റോൾ റസൂൽ നിർവഹിച്ചു എന്നാൽ ജീവിതത്തിൽ മുച്ചൂടും. എല്ലായിടങ്ങളിലും അങ്ങനെയായിരുന്നു. കഅബയിൽ ശത്രുക്കൾ പറഞ്ഞു, ഒരാളെ കഅബയിലേക്ക് വരാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ പോവാൻ. റസൂൽ കഅബയിലേക്ക് പോയി. ആ കഅബയിൽ ബിസ്മിയുടെ അവസാന ഭാഗം വായിച്ചു നോക്കുക. 6ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ വായിച്ചു നോക്കുക. അതിൽ അമാനുകളെ വിശദീകരിച്ച ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് അവിടെ റസൂല് ധീരമായി പോരാടുകയാണ്, ധീരമായി പോവുക. എന്റെ റബ്ബിന്റെ കഅബയിൽ ഞാൻ പോകും എന്ന് പറയുക. ആ ധീരതയായിരുന്നു റസൂലുള്ളാഹിയുടെ ചരിത്രം എന്നുള്ളതാണ്. ആ ധീരതയോടൊപ്പം സഹിഷ്ണുതയും വിട്ടുവീഴ്ചയും വിനയവും വിവേകവും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് റസൂലുള്ളാഹിയുടെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്നുള്ളതാണ്. ഇങ്ങനെ റസൂലുള്ളാഹി ചരിത്രം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയെ കുറിച്ച് അല്ലാഹു വിളിച്ചത് അഹ്സനുൻ നാസ് എന്ന് വിളിച്ചത്. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് വിളിച്ചു. അജ്വദുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉദാരൻ എന്ന് വിളിച്ചു. അതേപോലെ അഖ്വാമിനൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉന്നതൻ എന്ന് വിളിച്ചു. ജനങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളവൻ എന്നാണ് വിളിച്ചു. ഇതൊക്കെ ഹദീസിൽ റസൂലുള്ളാഹിയെ കുറിച്ച് വന്ന വിശേഷണമാണ്. ചുരുക്കി പറഞ്ഞാൽ ധീരമായിരുന്നില്ല റസൂലുള്ളാഹി, ധീരനായിരുന്നു എന്നാണ്. ആ ധൈര്യം കിട്ടിയത് എങ്ങനെയാ? ആ രാത്രികാലത്തിന്റെ പവറാണ്, ആ രാത്രികാലത്തിന്റെ എനർജിയാണ് റസൂലുള്ളാഹിയുടെ ധീരത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ലാളിത്യം അത് എമ്പാടും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, നബിയെ നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിലാണ്, ഏറ്റവും നല്ല സ്വഭാവമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയിഷ ബീവിയോട് ചോദിച്ചു, എന്താണ് റസൂലിന്റെ സ്വഭാവം? ഖുർആനായിരുന്നു റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്നാണ്. അപ്പൊ എന്താണ് ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടത് ഒന്നുമില്ല, നെല്ലും പതിരുമില്ല എന്നർത്ഥം അല്ലേ? അങ്ങനെ ഒഴിവാക്കേണ്ടതൊന്നും റസൂലിന്റെ ജീവിതത്തിലില്ല. ഏത് ഭാഗം എടുത്തു നോക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉൾക്കൊള്ളത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പിറന്നു വീണ ചെറിയ മക്കൾ മുതൽ വയോവാർദ്ധക്യത്തിൽ എത്തിയവർ വരെ റസൂലുള്ളാഹിയെ ഓർമ്മിക്കുന്നു. രാത്രി കിടക്കാൻ നേരത്ത് ഒരാൾ ഒന്നുണ്ടാക്കുന്നു,
ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്നു, ആമനത്തുൽ പാരായണം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ കുട്ടികൾ മുതൽ വയോവാർദ്ധക്യത്തിൽ ഉള്ളവർ വരെ റസൂൽ എന്നതിനെ കൃത്യമായി ഓർക്കുന്നു, റസൂലിനെ പറഞ്ഞതുപോലെ ജീവിക്കുന്നു, റസൂലിനെ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്നു. ആയത്തിൽ കുറിച്ചും സൂറത്തുകളും പാരായണം ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോ മൂക്ക് 3 തവണ ചീറ്റുന്നു. ഇസ്ലാം പഠിപ്പിച്ച വഴിയാണ്. നിങ്ങൾ പാത്രത്തിലേക്ക് കൈയിടുന്നതിന് മുന്നേ നിങ്ങളുടെ കൈകൾ 3 പ്രാവശ്യം കഴുകണം എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുള്ള അല്ലേ? രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ പാത്രത്തിൽ കൈയിടാൻ പാടില്ല. നിങ്ങൾ ആദ്യം 3 തവണ കൈകൾ കഴുകണം. കാരണം ഈ രാത്രി ഈ കൈകൾ, നിങ്ങളുടെ കൈകൾ രാത്രിയിൽ എവിടെയാണ് വസിച്ചത് എന്ന് നിങ്ങൾക്കറിയില്ല. കൈകൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ കൈ വൃത്തിയില്ലാത്ത കൈ പാത്രത്തിലിടാൻ പാടില്ല. 3 തവണ കഴുകിയിട്ട് പാത്രത്തിൽ കൈയിടാൻ പാടൂ എന്ന് പഠിപ്പിച്ചു. ഇത് നമ്മൾ അംഗീകരിക്കുന്നു. ശേഷം ബാത്റൂമിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ടാകും വിസ്മി ചൊല്ലുന്നു. ഇങ്ങനെ ഓരോന്നും ഈ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ റസൂലുള്ളാഹിയുടെ അനുസരണമാണ് ഈ ചെയ്യുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? അവിടെയാണ് അല്ലാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഉദാത്തമായ മാതൃകയാണ്. ആർക്കാണ് മാതൃക? എല്ലാവർക്കുമാണോ? അല്ല. റസൂലുള്ളാഹി എല്ലാവരും റോഡാക്കോ? ഇല്ല. ആരാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെയും റസൂലിനെയും ആഗ്രഹിക്കുന്നവർ മാത്രമേ റസൂലിനെയും റോൾ മോഡലായി കാണുള്ളൂ. രാവിലെ എഴുന്നേൽക്കണം, വുദൂണ്ടാക്കണം, സ്കരിക്കണം, രാത്രി കിടക്കും വുദൂണ്ടാക്കണം, വലതിലേക്ക് കാലോട് ചെരുപ്പ് ധരിക്കണം, പള്ളിയിൽ കയറുമ്പോൾ വലതുകാലാണ് വെക്കേണ്ടത്. ഇത് ആരാണ് പാലിക്കുക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ അന്ത്യദിനത്തെ ആർക്കാണോ പൂതി അവൻ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. അല്ലാത്തവരും എന്ത് കാര്യം? എല്ലാത്തിനും നോക്കൂല എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് ഒന്നുകൂടി ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാർമേഘങ്ങൾ തണലിച്ചു കൊടുത്തു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്നുകളുടെ മലക്കുകളുടെ സഞ്ചാരം അറിഞ്ഞു, അവയെ കാണാൻ കഴിഞ്ഞു. അവയ്ക്ക് ജിന്നുകൾക്ക് കൂടി ദഅവത്ത് കൊടുക്കേണ്ട ബാധ്യത പഠിപ്പിച്ചു. കുറിച്ച് നമുക്കറിയാം. ഈ രൂപത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിലേക്ക് മുഴുവനായി അയച്ചു, ലോകാവസാനം വരെ. പക്ഷേ ലോകാവസാനം വരെ അയച്ചെങ്കിലും നമുക്കുള്ളൊരു പണി ബാക്കി വെച്ചിട്ടാണ് കൊള്ള പോയത്. എനിക്കും നിങ്ങൾക്കൊരു പണി ബാക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ചില കഥകൾ കേൾക്കുമ്പോൾ ഒരു ഇതിഹാസ കഥാപാത്രമായിട്ടാണ് റസൂലിനെ നമുക്ക് വായിക്കാൻ കഴിയുക, അല്ലെ? നമ്മുടെ നാട്ടിലുള്ള കഥകൾ വായിക്കുമ്പോൾ മായാവി കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ആകാശത്ത് ഭസ്മം എടുത്തുകൊണ്ട് നടത്തുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ആൾദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രൂപത്തിലാണ് ചില കിതാബുകൾ വായിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയപ്പോ മുഹമ്മദ് റസൂൽ അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ള ഉണ്ടായത് കൊണ്ടാണ്, മുഹമ്മദ് മുസ്തഫയുടെ ആ പ്രകാശം ഉണ്ടായത് കൊണ്ടാണ് നൂഹിനെ രക്ഷപ്പെട്ടത് എന്ന് ചിലർ വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. മൂസാ നബിയുടെ വടിയിട്ടപ്പോ മൂസാ നബി ആകെ പേടിച്ച് പിന്നോട്ട് പോകായിരുന്നു. അന്നെങ്ങാനും മുഹമ്മദ് നബിന്റെ പ്രകാശം അവിടെ ഇല്ലെങ്കിലുണ്ടല്ലോ, മൂസാ നബി ആകെ പേടിച്ചു പോകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം. എന്ന് ആ ശോഭിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് റസൂലുള്ളാഹിയുടെ വഫാത്തോടുകൂടി അണഞ്ഞു പോയിട്ടില്ല. ആ വിളക്ക് എന്തിയവരാണ് ഞാൻ നിങ്ങളും. ആ വിളക്ക് ഏറ്റെടുത്തവരാണ് ഞാൻ നിങ്ങളും. അതുകൊണ്ട് ആ രാത്രി കിടക്കുമ്പോൾ പൊതുവുണ്ടാക്കി. അതുകൊണ്ടാണ് ജുമഅക്ക് നമ്മൾ വേറെ പണിയില്ലാത്തതൊന്നല്ല. അതുകൊണ്ടാണ് സുബഹിക്ക് അവൻ നിസ്കരിച്ചത്. അതുകൊണ്ടാണ് വലതുകാലത്ത് പള്ളിയിൽ കയറിയത്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവുണ്ടാക്കിയത്. അതുകൊണ്ട് ആയത്തിനെ കുറിച്ചത് ആ വിളക്ക് നമ്മൾ ഏറ്റെടുത്തോണ്ടാണ്. പക്ഷേ ഈ നിസ്കാരവും നോമ്പും മാത്രം കൊണ്ട് നമ്മുടെ ബാധ്യത തീരുമോ? ഇല്ല. ആ വിളക്ക് നാം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ആ വിളക്കിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
وذاتنا الدين أما بعد أيها الإخوان والأخوات الله أوصيكم ثانيا بتقوى الله ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ കൃത്യമായി ക്രമീകരിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുവാനാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ടത് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എന്നുള്ളത് വളരെ കാര്യമായ വിഷയം. റസൂലുള്ളാഹിയുടെ കാരുണ്യവും ലാളിത്യവും കാണിക്കുക എന്നുള്ളതാണ്. കാരുണ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ. ഒരിക്കലും ഒരാൾ റസൂലുള്ളാഹിയുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് പക്ഷിയെ സമ്മാനം കൊടുത്തു. അപ്പൊ ആ കാലഘട്ടത്തിൽ ശൈലിയായിരിക്കാം അത്. അപ്പോ അങ്ങനെ ഒരു പക്ഷിയെ സമ്മാനം കൊടുത്തപ്പോ റസൂലുള്ള സന്തോഷിക്കണമല്ലോ. അങ്ങനെ ഈ മനുഷ്യൻ ത്യാഗം നമ്മുടെ പോയി പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി അവിടെ പോയിച്ച് ഇപ്പുറത്തെ വീടിന് ഷോട് വർക്ക് പോയി അപ്പുറത്ത് അങ്ങനെ നമ്മളിങ്ങനെ ത്യാഗം പറയുമല്ലോ. അതേപോലെ സമ്മാനം കൊടുത്ത മനുഷ്യൻ റസൂലുള്ളാഹിയോട് പറയാണ്, നബി ഞാൻ ഈ പക്ഷിയെ തരാൻ വേണ്ടിയിട്ട് എത്ര ത്യാഗം കഴിച്ചെന്നറിയോ? റസൂലുള്ളാഹി എന്താണ് എന്റെ തലവോക്ക് ഇവിടെ രക്തം കണ്ടോ? പക്ഷിയുടെ തള്ള കുത്തിയതായിരുന്നു. എന്റെ കൈ നോക്ക്, കൈ കാണിച്ചു കൊടുത്തു, കൈ കണ്ടോ ഇത് രക്തം വന്നത് ഇതിൽ ഈ പക്ഷി കുഞ്ഞിനെ തള്ള കുത്തിയിട്ടായിരുന്നു. ആരല്ല നബി, അത് പ്രശ്നമല്ല. കാരണം അറിയോ, ഞാൻ ഈ തള്ളപ്പക്ഷിയുടെ കൊത്ത് കിട്ടിയിട്ടും രക്തമൊലിച്ചിട്ട് നബി കൊണ്ടതല്ലോ. കാരണം എനിക്ക് എന്തേ ഉള്ളൂ അറിയോ, ഇതൊന്നും എന്റെ പ്രശ്നം. അങ്ങനെയാണല്ലോ നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്നത്, എന്തിൽ ത്യാഗം സഹിക്കുമല്ലോ. അപ്പോ അതൊന്നൊരു വിഷയമല്ല നബി എന്ന് പറയും. അങ്ങനെ റസൂലുള്ളാഹി മുഖത്ത് വെളുക്കുന്ന ഇങ്ങനെ കരിയാൻ റസൂലുള്ളാഹി കണ്ണിങ്ങനെ വെള്ളം തരികയാണ്. അപ്പൊ സഹാബി ചോദിക്കാൻ, നബിയെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല? എന്റെ ഈ സമ്മാനം നബിക്ക് ഇഷ്ടമായിട്ടില്ല എന്നൊരിക്കാൻ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. എന്ന് രണ്ടാമത് പറഞ്ഞു, ഈ കുഞ്ഞ് എനിക്ക് നീ തരുമ്പോ അതിനെ തള്ള എത്ര വേദനിച്ചിട്ടുണ്ടാവും. ആ തള്ളയെ വേദനിപ്പിച്ചിട്ട് എനിക്ക് സന്തോഷമോ? അത് ഈ റഹ്മത്തുൽ ആലമീൻ ആയ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അതിനെ തള്ളക്ക് തിരിച്ചു കൊടുക്കലാണ് എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം. ആ പ്രയോഗം അങ്ങനെയാണ്. ആ തള്ളയെ വേദനിപ്പിച്ച് എന്നെ സ്നേഹിക്കുവാനോ തിരിച്ചു കൊടുക്കുക, അതൊരു വല്ലാത്തൊരു പ്രയോഗമാണ്. എന്നുള്ള പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. അപ്പോൾ ഇതിനെ തിരിച്ചു കൊടുക്കണമെന്നാണ്. അത് റസൂലുള്ളാഹിയുടെ എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിച്ച് ശവർത്തിക്കുന്നതാണ് പറഞ്ഞതുപോലെ ഒരാളെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ആനന്ദം എന്നുള്ളത് അത് രാക്ഷസീയമാണ്. അതിന്റെ ആവശ്യമില്ല, അവൻ ഇസ്ലാമിന്റെ ആളല്ല എന്നാണ്. അതെല്ലാ ഭാഗത്തും, അത് പ്രകടനം നടക്കുമ്പോൾ റോഡ് ബ്ലോക്കായിട്ടാണെങ്കിലും അതല്ലാതെ ആണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ നാവ് ഒരാളെ വേദനിപ്പിക്കാൻ ഉള്ളതാകാൻ പാടില്ല. നമ്മുടെ നാവ് ഒരാൾക്ക് ആശ്വാസമുള്ളതാക്കാൻ പറ്റുമോ നമ്മൾ രക്ഷപ്പെട്ടു. പറയാൻ പറ്റുമോ നല്ലത് പറയാൻ ഉണ്ടാതിരിക്കാന്നാണല്ലോ. പാരൂപത്തിൽ നമ്മുടെ നാവിന്റെ മൂർച്ച എതിർ മുതലായിരിക്കണം, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയായിരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്ന ഞായറാഴ്ച അസ്കറിന് ശേഷം നല്ല കാലാവസ്ഥയാണെങ്കിൽ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. ഈ ദഅവത്തുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ പങ്കെടുക്കണം. മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗമായി പള്ളിയുമായി ബന്ധപ്പെട്ട വിപുലമായ യോഗവും. അപ്പൊ ഏതായാലും ദഅവത്ത് നമ്മുടെ ബാധ്യതയാണ്. അതിനെ പ്രസംഗിക്കാറിയൊന്നും വേണ്ട. വാട്സപ്പിൽ ഒരു സാധനം ഫോർവേഡ് ചെയ്ത ദഅവത്തായി അല്ലെ? നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യൻ ഇടത് കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കുന്നു, അടാ വലത് കാലോട് ധരിക്കൽ കൂലിയാട്ടോ, പിന്നെ ശരിയാട്ടോ, അത് ദഅവത്താണ്. അത് ദഅവത്താണ്. ഒരാൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിച്ചാൽ കൂലി കിട്ടും എന്ന് പറഞ്ഞത് ദഅവത്താണ്. അത് പ്രതിഫലാർഹമാണ്. അപ്പൊ ദഅവത്ത് എന്നുള്ളത് വലിയ എന്തോ ഒരു സംഗതിയാണ്. നമ്മൾ ആരോ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആ ഭാഗം അടഞ്ഞു പോയിക്കൊണ്ടിരിക്കാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടാൻ തയ്യാറാവണം. നമ്മുടെ ഭാഗം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ബാധ്യത കൂടി വരികയാണ്. കാരണം പ്രായം കുറഞ്ഞവരാണ് പെട്ടെന്ന് മരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്താൽ മതി. പ്രായം കൂടിയവരെക്കാൾ മരണം പെട്ടെന്ന് പിടികൂടുന്നത് പ്രായം കുറഞ്ഞവർ. 2022 കണക്ക് പ്രകാരം 40 വയസ്സിന്റെയും 20 വയസ്സിന്റെയും ഇടയിലുള്ളവരാണ് കൂടുതൽ മരിച്ചത് എന്നുള്ളതാണ് ഓർക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ചെറുപ്പക്കാരായിരിക്കുക, മരണം ആർക്കും പിടികൂടാം. ഈ 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ടത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്താ കാരണം അറിയോ? അറ്റാക്ക്. തൊട്ടടുത്ത് സ്കൂളിൽ മരിച്ചാണ്.
അല്ലെ? 2021 ജനുവരിയിൽ മരിച്ചത് ഒരു കുട്ടി തൊണ്ടയിൽ ചോറിന്റെ വറ്റു കുടുങ്ങിയിട്ടാണ്. രാത്രി ഇശാക്ക് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ. അത്രയേ ഉള്ളൂ. 9ാം ക്ലാസ് വരെ എത്ര വയസ്സായിട്ടുണ്ടാവും? 4 സ്ഥലം. ഇത്രയുള്ള പ്രായം ഒരു ഘടകമല്ല തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ എന്ന് ആരും വിചാരിക്കേണ്ട. മരണം ആരെയും പിടികൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത നിർവഹണത്തിലേക്ക് നമ്മൾ പോവുക. നബിയുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി കാണിച്ച വിനയവും താഴ്മയും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. വിട്ടുവീഴ്ചയും വിനയവും നമ്മുടെ ദൗർബല്യമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ക്വാളിറ്റിയാണ്, നമ്മുടെ യോഗ്യതയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു എടുത്തു പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് എന്നുള്ള. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിലെ നിലപാട് നമുക്കുണ്ടാവണം. രാവിലെ എഴുന്നേൽക്കണം, നേരത്തെ ഉറങ്ങണം, എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കിടക്കുമ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴാണ് മരിക്കാൻ അറിയില്ല. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് നീക്കണം. എപ്പോഴും പ്രാർത്ഥന നമ്മുടെ ഭാഗമായി മാറണം. ആയത്തിൽ കുറിച്ച് ഒരാൾ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവന് പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല. വൈകുന്നേരമോ രാത്രിയോ ഒരാൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ രാവിലെ വരെ അവൻ മലക്കുകളുടെ രക്ഷയിലായിരിക്കും. ഒരാൾ പറഞ്ഞതിന് ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അവന് സ്വർഗത്തിൽ പോകാതിരിക്കാനുള്ള തടസ്സം മരിക്കാത്തോണ്ടാണ്. എന്നാൽ ഫർദ് ശേഷം ഒരായത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അവർ സ്വർഗത്തിലെത്താനുള്ള തടസ്സം മരണമാണ് എന്നാണ്. അത്രമാത്രം പ്രതിഫലാർഹമായ ആയത്തിൽ കുറിച്ച് നമ്മൾ പാരായണം ചെയ്യുക. ആ രൂപത്തിൽ നന്മ എങ്ങനെയാണോ വാരിക്കൂട്ടുക ശ്രദ്ധിക്കുക. അപകടമുണ്ടാകും, അവഹേളനമുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അതിനും പിന്മാറാൻ തയ്യാറാൻ പാടില്ല. നമുക്ക് മനക്കരുത്ത് കിട്ടാനുണ്ട്. അല്ലാഹു പ്രാർത്ഥിക്കുക. സ്വതീ വയസ്സിലെ അമ്മി പ്രാർത്ഥിക്കുന്നു. നബിയാണ് അല്ലാഹുവേ എന്റെ മനസ്സിന് വിശാലത കിട്ടണം. എന്താ മനസ്സിന് വിശാലത എന്തിനാണ് കിട്ടുന്നത്? മനസ്സ് വിശാലത ഉണ്ടെങ്കിലേ ക്ഷമ കിട്ടുള്ളൂ, സഹനം കിട്ടുള്ളൂ, സഹിഷ്ണുത കിട്ടുള്ളൂ, വിനയം ഉണ്ടാവുള്ളൂ, വിവേകം ഉണ്ടാവുള്ളൂ. അപ്പൊ മൂന്നാമത് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഈ ഒരു മാസത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പിന്തിരിപ്പിക്കാൻ അവസ്ഥകൾ നമുക്കുണ്ടാവാം. സ്വാഭാവികമാണ്. അറിയാതെ പോലും ശിർക്ക് ഹറാമുകളെന്ന പുറത്തേക്കാം. തോപയില്ലാതെ തന്നെ ശിർക്ക് അല്ല പൊറുക്കൂല, ബിദ്അത്തും അല്ല പൊറുക്കൂല. അത് കൃത്യമായി തോപ ചെയ്താൽ മാത്രമേ പൊറുക്കൂ. ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ ബിദ്അത്ത് ചെയ്യുന്നവനായിക്കൊണ്ട് മരിച്ചാൽ അവൻ കാലാകാലം നരകത്തിലായി. അല്ലാഹു തആല അതേ തന്നെ ഹറാമ് ചെയ്യുന്ന മനുഷ്യൻ ചിലപ്പോൾ തോപ ചെയ്തിട്ടുണ്ടാവില്ല, അവൻ മരണപ്പെട്ടു. പക്ഷേ അവൻ ലാ ഇലാഹ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലം സ്വർഗത്തിലെത്തും. ഒന്ന്, അല്ലെങ്കിൽ അവന് നന്മയുടെ ആധിക്യം കാരണം അള്ളാഹുവിനെ തെറ്റി പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അള്ളാഹ് തോന്നാൻ പുറത്തു കൊടുത്തേക്കാം, അങ്ങനെയും പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഹറാമ്, കറാഹത്ത്, കുഫ്റ്, ശിർക്ക്, ബിദ്അത്ത് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഏതായാലും നാം കൃത്യമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കാരത്തെ കുറിച്ച് സ്ഥിരമായി പാരായണത്തെ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കുക. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുന്നവർക്ക് മലക്കളുടെ രക്ഷാകവചമുണ്ടാകും, മലക്കളുടെ പ്രാർത്ഥനയുണ്ടാകും. 2 ഹദീസാണ് നമ്മൾ ഓർക്കുക. 10 സ്വലാത്ത് മലക്കൾ ചൊല്ലും. 3ാമത്തെ ഹദീസ് ആ രൂപത്തിൽ സ്വലാത്ത് ചൊല്ലുവാൻ തയ്യാറാകുന്ന ആ രൂപത്തിൽ ഈമാനും തഖ്വയും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുറാഹിമായ അല്ലാഹുവേ, മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുമുള്ള ഈമാൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവേ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം വരെ പരിപൂർണമായ ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ആരുടെയും ആശ്രയമില്ലാതെ നമ്മുടെ ദിനചര്യകൾ നിർവഹിക്കുവാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഒന്നും അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ പരീക്ഷണങ്ങളിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിച്ചുപോയ നമ്മുടെ ഉറ്റവർ ഉടയവർ അവരുടെ ഖബറിൽ സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളെപ്പോൾ പ്രയാസപ്പെടുവർ ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും റബ്ബേ, അവരെ കടഭാരത്തിൽ നിങ്ങൾ അവനെ നീ മോചിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അല്ലാഹുവേ അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരോട് മാത്രമായി നീ ചിരിക്കുന്ന സമയം
ആ ചിരി കാണുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ സ്നേഹിക്കുന്നവരുടെ മാത്രമായി നീ സംസാരിക്കുമ്പോൾ ആ സംസാരവും ചിരിയും അനുഭവിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ വെള്ളം കോരിക്കൊടുക്കുമ്പോ അത് വാങ്ങിക്കുടിക്കുവാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹൗദുൽ കൗസർ വെള്ളം കുടിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരിക്കൊടുക്കുമ്പോൾ റബ്ബേ ഞങ്ങൾക്കും ആ കനിവ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കനിവും നിന്റെ പ്രതാപവും ഞങ്ങൾ നീ വർഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ബർക്കത്ത് നീ ചൊരിയണേ അല്ലാഹ്. നിന്റെ ബർക്കത്ത് ഞങ്ങൾ നീ വർഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر على إخواننا فلسطين اللهم انصر على إخواننا فلسطين اللهم انصر على إخواننا فلسطين اللهم انصر على إخواننا مؤمنين اللهم انصر على إخواننا مسلمين. اللهم ارحمنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر لا إله إلا الله. സ്റ്റോപ്പ് ഇടയിൽ ഗ്യാപ്പില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം, വളയാതിരിക്കാനും ശ്രദ്ധിക്കണം. അല്ലാഹു الحمدلله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر.
الله أكبر الله أكبر الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله.